എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ ലൈനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് HSST ഫിസിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ടാണ്. നിങ്ങൾ അറിഞ്ഞു കാണും, ഇന്ന് വൈകിട്ട് HSST ഫിസിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ്. അപ്പോൾ ഇതിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. 2 വേക്കൻസി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഊഹിക്കാം, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സും വളരെ കുറവുള്ളൊരു എക്സാമാണ്. കാരണം MSc കഴിഞ്ഞ് BEd കഴിഞ്ഞ് സെറ്റുള്ള കാൻഡിഡേറ്റ്സ് ആണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇത് 2 വേക്കൻസീസ് ആണ് ഉള്ളത്. സ്കെയിൽ ഓഫ് പേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 55,200 to 1,15,300 സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ദെൻ കാറ്റഗറി നമ്പറോട് നോക്കാം. 507/2024 അതാണ് കാറ്റഗറി നമ്പർ. ദെൻ ഇന്ന് തൊട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29/1/2025 ജനുവരി 29-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്. പിന്നെ എന്താണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 20 to 40, ബിറ്റ്വീൻ 40 വരെയുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ദെൻ ഏജ് റിലാക്സേഷൻസ് എന്ന് പറയുന്നത് അത് റിസർവ്ഡ് കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. ദെൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാസ്റ്റർ ഡിഗ്രി ഇൻ ദ സബ്ജക്റ്റ്, അതായത് MSc ഫിസിക്സ് ഉണ്ടാവണം, BEd ഉണ്ടായിരിക്കണം. ദെൻ പിന്നെ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത് സെറ്റ് ഉണ്ടായിരിക്കണം. അതല്ലാതെ ഇക്വലൻസി കുറേ ഉണ്ട്. അതായത് BEd ഇല്ലാത്തവർക്ക് സെറ്റ് ഇല്ലാതെ MEd ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് നോക്കി ചെയ്യുക. അപ്പം ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ എന്താണ്, MSc ഉണ്ടായിരിക്കണം, MSc ഫിസിക്സ് വിത്ത് BEd ഉണ്ടായിരിക്കണം. ദെൻ അലോങ് വിത്ത് ദാറ്റ് സെറ്റ്, അല്ലേ? ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ സെറ്റ് ഇല്ലാത്തവർക്ക് MEd ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ ഒരുപാട് അല്ലാത്ത കേസസ് ഇവിടെ പറയുന്നുണ്ട്. MSc Ed എന്നൊക്കെ പറയുന്ന ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. സോ അതൊക്കെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ നമുക്ക് 1 ടൈം രജിസ്ട്രേഷൻ വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ദെൻ നമ്മുടെ OMR എക്സാം ആയിരിക്കും. അതുപോലെ തന്നെ 29/1/2025 അല്ലെ, ജനുവരി 29-ാം തീയതി 12 മണി വരെ സമയമുണ്ട് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പം 2 വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അതും നമ്മൾ എന്തായാലും നമ്മൾ ഇത്രയൊക്കെ PSC പഠിക്കുന്നു, അപ്പോൾ പിന്നെ ഇതും കൂടെ അങ്ങ് പഠിച്ചു പോവുക. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ കഴിഞ്ഞ നമ്മുടെ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ്, അല്ലേ? നിങ്ങൾ കുറച്ച് പേരെങ്കിലും എഴുതിയിട്ടുണ്ടാവും സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ്. ആ എക്സാമിൻ്റെ സിലബസിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ് ഈ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ്. അതിൻ്റെ സിലബസ് തന്നെ കൂടെ എന്താണ്, കുറച്ചുകൂടെ ടോപ്പിക്സ്, അതായത് നമ്മുടെ BEd റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, പിന്നെ കുറച്ചുകൂടെ നൈസെൻസ്, ജനറൽ അവയർനെസ് പോലുള്ള കാര്യങ്ങളും കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം അതിൻ്റെ സിലബസും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇതാണ് സിലബസ്. സോ ഇതിപ്പം പണ്ട്, അതായത് 2021 എക്സാം നടന്ന സമയത്തെ സിലബസ് ആണ്. അത് തന്നെ ആയിരിക്കാം നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് പോവാം. പിന്നെ ഇതിൽ നോക്കുവാണെങ്കിൽ പാർട്ട് 1 ഫിസിക്സ്, പാർട്ട് 1 ഫിസിക്സിൻ്റെ 10 ടോപ്പിക്കുകൾ, അതായത് നമ്മൾ ഈ സെറ്റിനും നെറ്റിനും ഒക്കെ കാണുന്ന നമ്മുടെ MSc സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 10 ടോപ്പിക്കുകളുണ്ട്. അതിൻ്റെ ഇടയിൽ സബ് ടോപ്പിക്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ട് 2 കൊടുത്തിട്ടുണ്ട്, റിസർച്ച് മെത്തഡോളജി ഓർ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അത് 10 മാർക്സിനാണുള്ളത്. ദെൻ ഇവിടെ 10 മാർക്സ് റിസർച്ച് മെത്തഡോളജി ഓർ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അതിൽ പാർട്ട് 3 ഉണ്ട്, അത് 10 മാർക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ PSCയിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, റെനൈസൻസ് പോലുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് 10 മാർക്സിന് ഉള്ളത്. പിന്നെ പാർട്ട് 4 ഉണ്ട്, അതിൽ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, അല്ലെ? അപ്പം
10 മാർക്ക് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, 10 മാർക്ക് നമ്മുടെ ജനറൽ PSC വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, നൈസൻസ് പോലുള്ള കാര്യങ്ങൾ, പിന്നെ എന്താണ്, പിന്നെ 10 മാർക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് മെത്തഡോളജി. ബാക്കി പോയിട്ട് 70 മാർക്കിനാണ് ഫിസിക്സ് ടോപ്പിക്സ് വരുന്നത് കേട്ടോ. 70 മാർക്ക്, അതായത് 10 സബ് ഹെഡിങ്സ് ഞാനിവിടെ പറഞ്ഞിരുന്നു അല്ലെ. 10 ഹെഡിങ്സിൽ, അതായത് ഒരു ഹെഡിങ്ങിൽ നിന്ന് 7 മാർക്സ് വെച്ച്, അങ്ങനെ 70 മാർക്സിനാണെന്ന് പറയുന്നത് ഫിസിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഈ ഒരു സിലബസ് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഒരു ബ്രേക്ക് ഡൗൺ ഡിഫറെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. 10, 12 എന്നൊക്കെ പറഞ്ഞു. അത് PSC പക്ഷെ പിന്നീട് തിരുത്തിയിട്ടുണ്ടായിരുന്നു. ഈ എക്സാം നടന്നപ്പോൾ ഏകദേശം 7 മാർക്സ് വെച്ചിട്ടാണ് ഓരോ മൊഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. ഓക്കെ, സോ പാർട്ട് 1 ഫിസിക്സിൽ നോക്കാം. ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെ. ഫസ്റ്റ് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. അതിൽ കൺസ്ട്രെയിൻസ്, ജനറൽ കോർഡിനേറ്റ്സ്, ഡിയാലംബേർട്സ് പ്രിൻസിപ്പൽ, ലഗ്രാഞ്ചിയൻ, ഹാമിൽട്ടോണിയൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മൾ ഓൾറെഡി MSCയുടെ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ടോപ്പിക്സ് അതേപോലെ തന്നെ കൊടുത്തിരിക്കുകയാണ്. സോ ഇത് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് JC ഉപാധ്യായ അല്ലെ. ക്ലാസിക്കൽ മെക്കാനിക്സ് ബൈ JC ഉപാധ്യായ എന്ന് പറയുന്ന ബുക്ക് റെഫർ ചെയ്യാം. ക്ലാസിക്കൽ മെക്കാനിക്സ് ബൈ JC ഉപാധ്യായ. ഈ ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അരുൾദാസ് സാറിന്റെ ബുക്കുണ്ട്, ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ബുക്കുണ്ട് അരുൾദാസ് സാറിന്റെ. അവിടെയാണ് ഈ സെൻട്രിഫ്യൂഗൽ കൊറിയോളിസ് ഫോഴ്സ്, നോൺ ലീനിയർ ഓസിലേഷൻസ്, ഈ ഒരു ഭാഗങ്ങളൊക്കെ, കയോസ് ഒക്കെ നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യും. ക്ലാസിക്കൽ മെക്കാനിക്സ് ബൈ G അരുൾദാസ് എന്ന് പറയുന്ന ഓഥറിന്റെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സോ അത് ആ രണ്ട് ബുക്സ് ഞാൻ ബേസിക് ആയിട്ടുള്ള രണ്ട് ബുക്സ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പിന്നെ ഹയർ ലെവലിലാണ് നിങ്ങൾക്ക് ഗോൾഡ്സ്റ്റീൻ യൂസ് ചെയ്യാം ക്ലാസിക്കൽ മെക്കാനിക്സിന്. പിന്നെ ഹയർ ലെവലിൽ പല പല ബുക്സ് ഉണ്ട്. ജസ്റ്റ് JC ഉപാധ്യായ, അരുൾദാസ് നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ കണ്ടന്റ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി എന്ന് പറയുമ്പോഴത്തേക്കും അത് മെയിൻ ആയിട്ട് ഫൊറിയർ സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫംഗ്ഷനുകൾ അല്ലെ, സ്പെഷ്യൽ ഫംഗ്ഷൻസ്, നമ്മുടെ ബെസൽസ്, ലെജൻഡർ, ന്യൂമാൻ ഫംഗ്ഷൻസ്. അപ്പൊ ഇതുപോലത്തെ കുറച്ച് ഫംഗ്ഷൻസും ഇതിന്റെ റെക്കറൻസ് റിലേഷൻസ്, ജനറേറ്റിംഗ് ഫംഗ്ഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. സോ നമ്മൾ MSCക്ക് വേണ്ടി പഠിച്ചതാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ. ആ പോർഷൻസ് തന്നെയാണ് ഉള്ളത്. പിന്നെ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കോഷി റൈമാൻ കണ്ടീഷൻസ്, കോഷി ഇന്റഗ്രൽ തിയറം, അതിനകത്ത് നമ്മൾ സിംഗുലാരിറ്റീസ്, പോൾസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ്. റെസിഡ്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ്, അതാണ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സിൽ വരുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് HK ദാസിന്റെ ബുക്ക് നല്ലൊരു ബുക്കാണ്, നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ സത്യപ്രകാശ് എന്ന് പറയുന്ന ഓഥർ ഉണ്ട്. MSCക്ക് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ബുക്കാണ് സത്യപ്രകാശ് എന്ന് പറയുന്ന ഓഥറിന്റെ മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. ആ രണ്ട് ബുക്ക് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഹയർ ലെവലിൽ പല ബുക്സും അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ബുക്സ്. ദെൻ ഇലക്ട്രോണിക്സ് അല്ലെ. ഇലക്ട്രോണിക്സിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പാംസിനെ കുറിച്ച് നോക്കുന്നുണ്ട് അല്ലെ. ഓപ്പാംസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ ഡിഗ്രിയിൽ കുറെ പഠിച്ചതാണ്. പിന്നെ ഫെറ്റ്, ഓക്കെ, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച്, പിന്നെ ഫോട്ടോ ഡയോഡ്, ഫോട്ടോ ഡിറ്റക്ടേഴ്സ്, PN ജംഗ്ഷൻ, സോളാർ സെൽസ്, കുറെ ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റേഴ്സ്, LDR അല്ലെ, ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് ഓപ്പാമ്പ്. അതിനുശേഷം ലാസ്റ്റ് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മൈക്രോവേവ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെ. കമ്മ്യൂണിക്കേഷൻസിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. പൾസ് കോഡ് മോഡുലേഷൻസ്, കമ്മ്യൂണിക്കേഷൻ റിസീവേഴ്സ്, ട്രാൻസ്മിറ്റേഴ്സ് പോലുള്ള കാര്യങ്ങൾ, VHF, UHF സിസ്റ്റംസ്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻസിന്റെ ഒക്കെ ടെക്സ്റ്റ് റെഫർ ചെയ്യാം. ദെൻ ഓപ്പാംസിന് വേണ്ടിയിട്ട് നമ്മൾ ഗെയ്ക്വാഡിന്റെ ടെക്സ്റ്റ് ആണല്ലേ നമ്മൾ പഠിക്കുന്നത്. ഗെയ്ക്വാഡിന്റെ ഓപ്പാംസ് ആൻഡ് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അത് നമുക്ക് ഫോളോ ചെയ്യാം. അതുപോലെ ഫെറ്റ് അതൊക്കെ നോക്കാനായിട്ട് നമുക്ക് BL തെരേജയുടെ ബുക്ക് ഉണ്ട് അല്ലെ. ആ തെരേജ എന്ന് പറയുന്ന ഓഥറിന്റെ നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്, അത് യൂസ് ചെയ്യാവുന്നതാണ്, BL തെരേജ. ഓക്കെ, ദെൻ ക്വാണ്ടം മെക്കാനിക്സ് അല്ലെ. ക്വാണ്ടം മെക്കാനിക്സിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അരുൾദാസ് സാറിന്റെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ MSCക്ക് പഠിച്ചിട്ടുള്ളത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് നമുക്ക് റെഫർ ചെയ്യാവുന്ന ഒരു ബുക്കാണ്. പിന്നെ കുറച്ച് ഹയർ ഓർഡറിലാണ് സെറ്റ്ലിയുടെ ഒക്കെ ബുക്സും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. സോ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ MSCക്ക് പഠിച്ച അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഹിൽബർട്ട് സ്പേസ് ഓപ്പറേറ്റേഴ്സ്, ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ്, പിന്നെ ഇതുപോലെ തന്നെ മെട്രിസസ് അല്ലെ, മെട്രിക്സ് റെപ്രസെന്റേഷൻസ്, ആംഗുലാർ മൊമെന്റത്തിന്റെ ഒക്കെ. പിന്നെ പെർട്ടർബേഷൻ അല്ലെ, പെർട്ടർബേഷൻ വരുന്നുണ്ട്, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, അതിന്റെയൊക്കെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ
ആൻഡ് ഹാർമോണിക് ഓസിലേറ്റർ, സ്റ്റാർക്ക് ആൻഡ് സീമൻ ഇഫക്റ്റ് ഇൻ ഹൈഡ്രജൻ, അതുപോലെ തന്നെ ഹോൾ തിയറി, വെയിൽ ഇക്വേഷൻസ്, ക്ലീൻ ഗോർഡൻ ഇക്വേഷൻസ്, ഇതൊക്കെ നമ്മൾ MSc കുറെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് അരുൾദാസ് സാറിന്റെ ടെക്സ്റ്റും റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് പാത്രിയ എന്ന് പറയുന്ന ഓതറിന്റെ ടെക്സ്റ്റ് ആണ്. പാത്രിയ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ബൈ RK പാത്രിക അല്ലെ. അപ്പൊ ആ ബുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ അതിൽ ഇതും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പക്ഷെ MScയുടെ അത്രയൊന്നും നമുക്ക് പഠിക്കാനില്ല, കണ്ടില്ലേ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഗിബ്സ് പാരഡോക്സ്, ഇക്വിപാർട്ടീഷൻ തിയറം, ideal Bose gas, thermodynamic behavior of ideal Fermi gas, magnetic behavior of Fermi gas, paramagnetism, Landau diamagnetism, അല്ലെ, കുറച്ച് കാര്യങ്ങൾ വരെ ഉള്ളൂ. അത് നമുക്ക് ഒരുപാട് ഡെറിവേഷൻസ് ഒന്നും പഠിക്കണ്ട, അല്ലാതെ നമ്മുടെ കോൺസെപ്റ്റ് ബേസ് ആയിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് വരുമ്പോഴത്തേക്ക് നമ്മൾ DC തയാൽ എന്ന് പറയുന്ന ഓതറിന്റെ ബുക്സ് നമ്മൾ പഠിക്കാറുണ്ട്. ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന ബുക്ക് നല്ലൊരു ബുക്കാണ്. നെക്സ്റ്റ് അതിൽ തന്നെ നമ്മൾ ന്യൂക്ലിയാസ്, ഈ ഫിഷൻ ഉണ്ട്, ഫ്യൂഷൻ, അതൊക്കെ നമ്മൾ പഠിച്ചത്. ദെൻ ക്വാക്ക് മോഡൽസ് അല്ലെ, അതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ് ക്വാക്ക് മോഡൽസിന്റെ. ആ ഒരു ഏരിയ ആണ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്നുള്ളത്. പിന്നെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് അല്ലെ. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വഹാബിന്റെ ടെക്സ്റ്റ് അല്ലെ, MA വഹാബിന്റെ ടെക്സ്റ്റ് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ SO പിള്ളൈ എന്ന് പറയുന്ന ഒരു ഓതർ ഉണ്ട്, അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. സോ അതിൽ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ ഇപ്പം ഇതിനകത്ത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് നമ്മൾ ആദ്യം പഠിക്കുന്ന മില്ലർ ഇൻഡിസസ്, ഡിബൈ മോഡൽസ്, ഐൻസ്റ്റീൻ മോഡൽസ്, സ്പെസിഫിക് ഹീറ്റിനെ കുറിച്ചിട്ടുള്ള മോഡലുകൾ, അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലെ. സൂപ്പർ കണ്ടക്ടിവിറ്റി ഇതിനകത്തൊരു ഏരിയ ആണ്. അതിൽ തന്നെ ഫെറോമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം ഒക്കെ ഉണ്ട്. പിന്നെ സൂപ്പർ കണ്ടക്ടേഴ്സ് തന്നെ ടൈപ്പ് 1, ടൈപ്പ് 2, കൂപ്പർ പെയേഴ്സ്, ലണ്ടൻ ഇക്വേഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാമാണ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലുള്ളത്. അത് നമുക്ക് നോക്കാവുന്നതാണ്. Then next comes atomic and molecular spectroscopy അല്ലെ. Atomic and molecular spectroscopy by G. Aruldas. Again അത് നമ്മൾ MScക്ക് നമ്മൾ പഠിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്, അരുൾദാസ് സാറിന്റെ ടെക്സ്റ്റ് ബുക്ക്. ആ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. സോ അവിടെ അതുപോലെ സ്പെക്ട്രം, നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രം, വൈബ്രേഷണൽ സ്പെക്ട്രം, ഇലക്ട്രോണിക് സ്പെക്ട്രം ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ആ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ രാമൻ സ്പെക്ട്രം പഠിക്കാനുണ്ട്. ദെൻ രാമൻ എഫക്റ്റ് ആൻഡ് ഇൻവേഴ്സ് രാമൻ എഫക്റ്റ് നമുക്ക് നോക്കാറുണ്ട്. പിന്നെ മോസ്ബർ സ്പെക്ട്രോസ്കോപ്പി, അങ്ങനെ നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു പേപ്പറിൽ നമ്മൾ MScക്ക് എന്തൊക്കെ പഠിച്ചോ അതിൽ മിക്ക കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത് ഉള്ളത്. പിന്നെ കുറച്ച് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക്, ഡെറിവേഷൻസ് അധികം ഇല്ല, എന്നാലും അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ നെക്സ്റ്റ് കംസ് മൈക്രോ പ്രൊസസ്സർ അല്ലെ. മൈക്രോ പ്രൊസസ്സറും നമ്മൾ ഇതുപോലെ MScക്ക് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഇവിടെ 8085 ആണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുള്ളത്. നോക്കുവാണെങ്കിൽ 8085നെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാനുണ്ട്. ലാസ്റ്റ് ഒരു വരിയിൽ മാത്രം 8051 മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടൊരു ഒറ്റ ടോപ്പിക് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഓവർവ്യൂ എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിക്കണം. ദെൻ 8085ന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ, അതിന്റെ അഡ്രസ് ബസ്, ഡേറ്റാ ബസ്, പിന്നെ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ, പിന്നെ ആപ്ലിക്കേഷൻസ്, പിന്നെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ 8085നെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ്, പിന്നെ സർക്യൂട്ട്, പലതരത്തിലുള്ള മൾട്ടിപ്ലെക്സർ സർക്യൂട്ട്സ്, അതൊക്കെ നമുക്ക് നോക്കാറുണ്ട് ഈ മൈക്രോ പ്രൊസസ്സറിനകത്ത്. ദെൻ ലേസേഴ്സ് ആൻഡ് ഫൈബർ ഓപ്റ്റിക്സ് അല്ലെ. ലേസേഴ്സ് ആൻഡ് ഫൈബർ ഓപ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മൈക്രോ പ്രൊസസ്സറിന് നമ്മൾ പഠിച്ച ഒരു ബുക്കാണ് ബി റാം എന്ന് പറയുന്ന ഒരു ഓതറിന്റെ മൈക്രോ പ്രൊസസ്സറിനെ കുറിച്ചിട്ടുള്ള ബുക്ക്. അത് നമുക്ക് യൂസ് ചെയ്യും. ഇതിനകത്ത് 8085നെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലേസേഴ്സ് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഐൻസ്റ്റീൻ കോഎഫിഷ്യൻസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ടൈപ്സ് ഓഫ് ലേസേഴ്സിലോട്ട് നമ്മൾ പോകുന്നു അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ, ഡൈ ലേസർ, സെമി കണ്ടക്ടർ ലേസേഴ്സ് അല്ലെ. ടൈപ്സ് ഓഫ് ലേസേഴ്സ് 4 ലെവൽ, 3 ലെവൽ, അങ്ങനത്തെ ലേസേഴ്സ്, അവരുടെ പമ്പിങ് മെക്കാനിസംസ്, അതൊക്കെയാണ് അതിലുള്ളത്. ദെൻ ഹോളോഗ്രഫി അല്ലെ. ഹോളോഗ്രഫി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ ഒപ്റ്റിക് ഫൈബറിൽ തന്നെ പലതരത്തിലുള്ള സ്റ്റെപ്പ് ഇൻഡെക്സ്, ഗ്രേഡഡ് ഇൻഡെക്സ് പോലുള്ള ഫൈബേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതിനകത്ത് കുറെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കണം. ദെൻ അതിനകത്ത് വരുന്ന ലോസസ് അല്ലെ, അറ്റനുവേഷൻ, അബ്സോർപ്ഷൻ ലോസസ്,
ലീക്കി മോഡ്സ്, റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് ലോസസ്, ഇൻഹറന്റ് ഡിഫക്ട്സ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ക്യൂ സ്വിച്ചിങ് എന്ന് പറയുന്നത് ആൻഡ് മോഡ് ലോക്കിംഗ്. അത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, ക്യൂ സ്വിച്ചിങ് ആൻഡ് മോഡ് ലോക്കിംഗ്. ഇതിൽ നമുക്ക് ഈ ഒരു ലേസറിന്റെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ബി ലോഡ് എന്ന് പറയുന്ന ഒരു ഓതറിന്റെ ഒരു ബുക്ക് നമ്മൾ MSc പഠിക്കുന്നതാണ്. അത് ലേസറിന് അത്യാവശ്യം നല്ല ബുക്കാണ്. പിന്നെ നമ്മുടെ ഒപ്റ്റിക്സിന്റെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ് അജോയ് കട്ടക്കിന്റെ ബുക്ക് അല്ലെ. ബുക്കിന്റെ പേര് ഞാൻ മറന്നു, എന്നാൽ അജോയ് കട്ടക്കിന്റെ ഓതറിന്റെ ഒപ്റ്റിക്സിന്റെ ബുക്ക് വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉള്ള ഒരു ബുക്കാണ്. അതിൽ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ടോപ്പിക്സ് ഫിസിക്സിന്റെ, അതായത് 10 മൊഡ്യൂൾസ് നമുക്ക് പറയാം അല്ലെ. 10 മൊഡ്യൂൾസിൽ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് MScയിലെ ഇലക്ട്രോഡൈനാമിക്സ് ഒഴിച്ച് ബാക്കി എല്ലാ പോർഷൻസും ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുള്ള ഒരു സിലബസ് ആണിത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ആൻഡ് ഓൾസോ സ്റ്റാർട്ട് പ്രിപ്പയറിങ്. 2 വേക്കൻസി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ പുറകോട്ട് മാറി നിൽക്കരുത്. എവരിവൺ ക്യാൻ ഗിവ് എ ട്രൈ. ഓക്കെ, അറ്റ്ലീസ്റ്റ് യു ക്യാൻ ഗിവ് എ ട്രൈ. Okay, thank you for watching. Please do like and subscribe my channel. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്. Okay, thank you.